റേഷൻ അരി വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്. ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. അത് പിന്നെ ഒരു കപ്പെടുത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കുതിർത്ത് വെക്കുന്നുണ്ട്. 2 മണിക്കൂറായപ്പോൾ തന്നെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കുക. തരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം, നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം ഒന്ന് വറുത്ത് അതിലിരുന്ന് വെള്ളത്തിൻ്റെ അതൊന്ന് ഇതായി വരെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലാക്കി വെക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിക്ക് തന്നെയുള്ളൊരു പുട്ടുപൊടിയാണ്. 5 മിനിറ്റ് നേരം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി ഞാൻ കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.